ആദ്യമായിട്ട് അത് തുടങ്ങിയത് തന്നെ പിത്തസഞ്ചിയുടെ ഓപ്പറേഷന് വേണ്ടി വയറിന്റെ മേൽഭാഗത്ത് 10 തൊട്ട് 20 സെന്റിമീറ്റർ വരെ മുറിച്ചിട്ടായിരുന്നു ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമുക്ക് വേദന എടുക്കും. 6 മാസത്തേക്ക് വരെ വിഷമം ഉണ്ടാവും. അപ്പൊ അത്തരം ബുദ്ധിമുട്ട് മാറ്റി ഗോൾ ബ്ലാഡറിന്റെ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പം ഹെർണിയയുടെ ഓപ്പറേഷൻ എന്ന് പറയും. കീ ഹോളിലൂടെ ചെയ്യുന്ന ഹെർണിയ ഓപ്പറേഷൻ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പൊ പുക്കിളിന്റെ അവിടെ ഒരു ഹെർണിയ ഉണ്ട്, കാലിന്റെ 2 മടക്കിൽ ഹെർണിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഓരോ സ്ഥലത്തും പോയിട്ട് 10 സെന്റിമീറ്റർ മുറിവ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെർണിയ വരുന്നത് തന്നെ ഒരു ഭാഗത്ത് ക്ഷീണം വന്നിട്ടാണ്. അപ്പൊ ആ ക്ഷീണം വന്ന ഭാഗത്ത് പിന്നെയും മുറിവുണ്ടാക്കിയ കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള നെറ്റ് വെക്കുക എന്നുള്ള പരിപാടി ചെയ്യും. പക്ഷെ കീ ഹോളിൽ ഈ സൈഡിലൂടെ പോയിട്ട് ഇവിടെ ഒരു മെഷ് വെച്ചു, അവിടെ എല്ലാം മെഷ് വെച്ച് കഴിഞ്ഞാൽ നെറ്റിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂടുതലുകൊണ്ട് നമുക്ക് അപ്പം തന്നെ നമ്മൾ അവിടെ പരിഹരിച്ചു കഴിഞ്ഞു, ഹെർണിയയുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ ക്ഷീണം ഉണ്ടാവും, അല്ലെ പിന്നെ ഹെർണിയ വരും എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പൊ അതിനും ടെക്നിക്കലായിട്ട് നടന്നു. പിന്നെ നമ്മുടെ പൊണ്ണത്തടിയുടെ ഓപ്പറേഷൻസ് ഒക്കെ അതൊക്കെ ഒരിക്കലും ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യാനേ പറ്റില്ല. ഇപ്പോഴും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് 140 കിലോ ഉള്ള ഒരാൾക്ക് പോയിട്ട് നമ്മൾ എത്ര മുറിവുണ്ടാക്കിയാലും കൈയൊന്നും ഇട്ടാവുന്ന അവിടോട്ടൊന്നും എത്തില്ല. ആമാശയത്തിന്റെ അടുത്തോട്ട് പറ്റില്ല. ആമാശയത്തിനാണ് മോസ്റ്റ്ലി പൊണ്ണത്തടിയുടെ ഓപ്പറേഷൻസ് വരുന്നത്. അതൊക്കെ നമുക്ക് ടെലിസ്കോപ്പ് ആകുമ്പോൾ മുമ്പോട്ട് നീക്കി കഴിഞ്ഞാൽ അങ്ങേ അറ്റം വരെ കാണാം. മറ്റേ നമ്മൾ എത്ര തലയകത്തിടാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് മുറിവുണ്ടാക്കിയാലും പറ്റാത്ത ഓപ്പറേഷൻസ് ആണ്. കീ ഹോളിന്റെ സംവിധാനം കൊണ്ട് മാത്രം ചെയ്യാവുന്നതാണ് ഈ ഒബീസിറ്റി ഓപ്പറേഷൻസ്. പിന്നെ കുടലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ആമാശയമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഏത് തരത്തിലുള്ള ക്യാൻസർ ഉൾപ്പെടെയുള്ള മുഴകൾക്കും ഇപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അതെ അല്ലേ. അപ്പം പൊതുവെ ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഈ ഹെർണിയ പ്രോബ്ലംസ്, അപ്പൻഡിസൈറ്റിസ് ഇതൊക്കെ കൂടുതലായിട്ട് ആൾക്കാർക്ക് വരുന്നതാണല്ലോ. അതുപോലെ തന്നെ ഈ തൈറോയിഡ് പ്രോബ്ലംസും ഓൾമോസ്റ്റ് ഒരുപാട് പേര് അതുമായിട്ട് ഹോസ്പിറ്റലിൽ വരാറുണ്ടല്ലോ. അപ്പൊ സാറിന്റെ അനുഭവം ഒന്ന് പറയാമോ? എന്താണ് ഈ എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറി? അതുമായിട്ട് എന്തൊക്കെയാ നമുക്ക് ചെയ്യാനാവുക സാർ? കഴുത്തിൽ മുഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനായിട്ട് ആൾക്കാർ മടിച്ചുകൊണ്ടിരുന്നത്, അത് മാറ്റുമ്പം കഴുത്തിന് കുറുകെ വലിയൊരു മുറിവ് ഉണ്ടാവും. മുറിവിന്റെ വന്നിട്ട് ഒരു സ്കാർ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു അഭംഗി. അപ്പം മുഴ ഒരുവിധം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അഭംഗിയുള്ളെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ചെയ്യില്ല. അതിനേക്കാളും ഭംഗിക്കുറവുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴുത്ത് മുറിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷന് സമ്മതിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ച് ഇത് പലപ്പോഴും ട്യൂമറായി മാറിയിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ വന്നത്. ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ നമുക്ക് സഹായിച്ചു. കാരണം നമ്മുടെ ഒരു ഡ്രസ് പാറ്റേണിൽ ടൈ കെട്ടി നടക്കാത്ത ഒരാളുടെയും കഴുത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ കാണുന്ന സിറ്റുവേഷൻ ആണ്. അതിന് നമ്മൾ കീ ഹോളിലൂടെ ചെയ്യുമ്പോൾ കക്ഷത്തിന്റെ ഭാഗത്ത് കൊഴുപ്പിന്റെയും തൊലിയുടെയും കൊഴുപ്പിന്റെ അടിയിൽ മാത്രം ചെറിയ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലാപ്രോസ്കോപ്പിക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ വന്നിട്ട് കഴുത്തിന്റെ ഭാഗത്തേക്ക് വരാൻ പറ്റും. 2 സൈഡും ചെയ്യേണ്ട മുഴയുണ്ടെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ ചെറിയ 5 മില്ലിമീറ്റർ ഉള്ളു. അപ്പൊ അതിന്റെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ നമ്മൾ ഏത് ഭാഗത്താണോ ഈ മുഴകൾ ഇരിക്കുന്നത് അവിടേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാനും അവിടെ ചെന്നിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പറേഷനേക്കാളും ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് വളരെ മാഗ്നിഫൈഡ് ആയിട്ടാണ് കാണുന്നത്. 10 ഇരട്ടി വലുതായിട്ട് കാണാം. അതിനകത്ത് ഉപകരണങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇപ്പൊ കാൽസ്യത്തിന്റെ ഗ്രന്ഥികളുണ്ട് ഈ സൈഡിലായിട്ട്, അതിനെ സുരക്ഷിതമായിട്ട് വെക്കണം. ശബ്ദത്തിന്റെ ഞരമ്പ് പോകുന്ന എല്ലാവർക്കും പേടിയുള്ള തൈറോയിഡിന് ചെയ്യുമ്പോൾ അതും വളരെ കൃത്യമായിട്ട് കണ്ടിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പം ഒരു ബെറ്റർ ഓപ്പറേഷൻ കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റും. ക്യാൻസർ പോലെയൊക്കെ ഉള്ളപ്പം കംപ്ലീറ്റ്നെസ് ഓഫ് റിമൂവലും കൂടുതൽ എൻഷുർ ചെയ്യാൻ പറ്റുന്നത് എൻഡോസ്കോപ്പിക് മെത്തേഡിലൂടെ ചെയ്യുന്നതാണ്. അപ്പൊ അത് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. എന്നാൽ കഴുത്തിൽ മുറിവില്ലാത്തതുകൊണ്ട് പേഷ്യന്റ് വളരെ സന്തോഷം. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്ത് നാട്ടുകാരോടൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സിക്ക് ലുക്ക് ഇല്ലാതെ ആൾക്കാർക്ക് പറ്റും. പിന്നെ മുറിവില്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു കോൺഫിഡൻസ് അവരുള്ളതുകൊണ്ട് അവർ നേരത്തെ തന്നെ ജോലിക്ക് പോകും. മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും വിഷമം ഉണ്ടാവില്ല. അതായത് നമ്മളൊരു ഓപ്പൺ സർജറി ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സർജറിക്ക് ശേഷവും പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലും ഉണ്ടാവാം. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് അത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ, വലിയൊരു അളവ് വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആ ഒരു അവർക്ക് കിട്ടുന്ന ഒരു കംഫർട്ടും കോൺഫിഡൻസും കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും. ഞാൻ ഒരു പേഷ്യന്റ് പുറത്തു നിന്ന പേഷ്യന്റ്, അപ്പൊ വലിയ മഴയായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ പറ്റുമെങ്കിൽ എൻഡോസ്കോപ്പി. പക്ഷെ അവരപ്പം പറയുന്നത് ഡോക്ടർ ഇത് മുറിക്കരുത്, എനിക്ക് ഫ്ലൈറ്റിൽ പോകാനുള്ളതാ, ഇത് വേണം തുറന്നു പോവുക. അപ്പൊ അതാണ് ആൾക്കാരുടെ ഒരു അപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുറിവൊന്നും കാണുന്നില്ല, ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബോധർ ചെയ്യാതിരിക്കും. അപ്പൊ അത്രയ്ക്ക് ഒരു വ്യത്യാസം അതിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഒരു സർജറിക്ക് വിധേയമായാൽ പോലും ധൈര്യമായിട്ട് പിറ്റേന്ന് തന്നെ ഇറങ്ങി സ്വന്തം ജോലിയിലേക്ക് പോകാനാവും എന്ന് പറയുമ്പോൾ അത് ഒരു രോഗിയെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അത് ഡെഫിനറ്റ്ലി. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പൻഡിക്സോ ഗോൾ ബ്ലാഡർ ഹെർണിയ എന്തോ ആവട്ടെ, നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഡോക്ടർ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 1 ഡേ ആ ഒരു ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്. പക്ഷെ മുറിവെന്ന് പറയുന്ന ഒരു അടുത്തൊരു അസുഖം സംഭാവന ചെയ്യുക. അപ്പൊ അത് പിച്ചാത്തി കൊണ്ട് മുറിഞ്ഞാലും കൊള്ളാൻ, സർജൻ മുറിച്ചാലും കൊള്ളാം, മുറിവ് തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മുറിവ് ശരീരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മുറിവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദന, അതാണ് പേഷ്യൻസിന് ഏറ്റവും പേടിയുള്ള കാര്യം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും പേടിയുള്ളത് മുറിവിന്റെ വേദനയാണ് ഭയം ഉണ്ടാക്കുന്നത്. പിന്നെ മുറിവ് കരിയാതിരുന്ന് പഴുക്കോ ഇൻഫെക്ഷൻ ഉള്ള ഒരു സാധനമൊക്കെ വയറിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം പഴുപ്പ് വരുമ്പോൾ വിട്ടുപോകുന്നുള്ളത്. വിട്ടുപോയിട്ട് ഹെർണിയ വരാം, കുടൽ തമ്മിലുള്ള ഒട്ടിപ്പിടുത്തം വരാനുള്ള സാധ്യതകൾ. കുടലിനെ പുറത്തെടുത്ത് വെക്കുന്നുണ്ട് നമ്മുടെ ഓപ്പൺ ഓപ്പറേഷൻ.
അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അപ്പൊ അണുബാധ കുറയ്ക്കുക. അതുപോലെ തന്നെ ഓർഗൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് കണ്ടു ചെയ്യുന്നതുകൊണ്ട് പണ്ടത്തെ 100-1 മാത്രമേ ഈ രക്തം നൽകേണ്ടതായിട്ട് വരാറുള്ളൂ. അതും കൂടെ വലിയൊരു സുരക്ഷ. അപ്പൊ രക്തം കൊടുത്താൽ എല്ലാവർക്കും അറിയാം അണുബാധ മറ്റു വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ പേടിയുള്ളപ്പം നമുക്കിതാവുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ആവശ്യം പോലും വരുന്നില്ല. അതാണ് ഓപ്പറേഷന്റെ കേൾക്കുമ്പോ ആദ്യം എത്ര രക്തം വേണ്ടി വരും, അത് നമുക്ക് ചേരുന്നത് കിട്ടുമോ, അതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട കൺസേൺസ് സാധാരണക്കാരായ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അത് സത്യമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാഴ്ച കുറവ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ രക്തക്കൊല്ലലെ അടയ്ക്കാനോ ഒന്നും പറ്റില്ല. ഇതിനകത്ത് വളരെ ചെറുത് 10 ഇരട്ടി വലുതായിട്ട് കാണുമ്പോൾ ഒരു നാര് പോലെ ഉള്ളത് തന്നെ ഒരു ട്യൂബ് പോലെ കാണും. അപ്പൊ അതിന്റെ സുരക്ഷിതത്വം കൂടിക്കൊണ്ടിരിക്കും. ഓരോ ഭാഗത്ത് അക്സസ് ഉണ്ട്, നമ്മൾ വലിച്ചു പിടിക്കേണ്ട. പിന്നെ ഇൻഡസ്റ്റൈന്റെ ഹാൻഡിലിംഗ് എന്ന് പറയും. നമ്മൾ ഇതിനെ പിടിച്ച് കൈകൊണ്ട് വെക്കുക, അല്ലെങ്കിൽ മോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ ബ്ലഡിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളത്. അതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡസ്റ്റൈന്റെ മൂവ്മെന്റിനെ ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വയറിലെ കുടലിന്റെ അനക്കം വ്യത്യാസം വരും, പാരാലിറ്റിക് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആഹാരം കഴിക്കാൻ വയ്യ, ഡ്രിപ്പ് കൂടുതലായിട്ട് ഇടണം, ആള് വെറുതെ കിടക്കും, വയറ് വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കും. കിടന്നു കഴിയുമ്പോഴാണ് ഈ കാലിലെ രക്തക്കട്ടകൾ വരും. ഈ പൾമണറി എംബോളിസം എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് രക്തക്കട്ട ഇളകി പോയിട്ട് എംബോളിസം വരും. അല്ലെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, വേദന കൊണ്ട് എടുക്കാത്ത, ശ്വാസവാസത്തിന് വിഷമമുണ്ടല്ലോ. പക്ഷെ 2 ദിവസം ശ്വാസം എടുക്കാതിരിക്കുമ്പോൾ കഫക്കെട്ടിലും മറ്റും വിഷമങ്ങൾ വന്നിട്ട് ആൾക്ക് ശ്വാസത്തിന് വിഷമമായി, പിന്നെ വെന്റിലേറ്ററായി ആ ഒരു വഴിക്ക് അങ്ങോട്ട് പോയി എന്നുള്ള സിറ്റുവേഷൻ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഈ കീഹോൾ സംവിധാനം ആകുമ്പോഴത്തേക്ക് പറ്റും. നമുക്ക് ഇന്നിപ്പം രാവിലെ സ്ലീവ് കാസ്റ്റ് നമ്മളപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു വൈകുന്നേരം തന്നെ എഴുന്നേറ്റ് നടക്കണം, യൂറിൻ പാസിനൊന്നും നമ്മൾ സഹായിക്കത്തില്ല എന്ന് പറയുന്നത് അവർ ആ ഒരു കോൺഫിഡൻസ് ആവും, അവർക്ക് നടക്കാൻ പറ്റുമെന്നാകുമ്പോൾ നെക്സ്റ്റ് ഡേ റൂമിൽ പോകാം, വെള്ളം കുടിക്കാം, ഏർലി ആയിട്ട് ഫീഡിങ് തുടങ്ങാൻ പറ്റും. അപ്പൊ അതെല്ലാം വലിയൊരു സഹായം തന്നെയാണ്. സാർ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജിൽ ഞങ്ങൾ ഡയറ്റീഷ്യൻസ് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രോബ്ലം നമ്മൾ ബവൽ മൂവ്മെന്റ്സ് നോക്കിയിട്ടായിരുന്നു മുമ്പൊക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ ലാപ്രോസ്കോപ്പി ആകുമ്പോൾ അങ്ങനെ ഒരു കൺസേണേ ഇല്ല അല്ലേ സാർ? 100-1 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലിയസ് കുറയ്ക്കും. ഏത് മയർ മുറിച്ചു കഴിഞ്ഞാലും കുടൽ അനക്കം നിന്ന് പോകുന്ന ഒരു അവസ്ഥ മാറിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഓറലി തുടങ്ങാൻ പറ്റും. ഇപ്പൊ ലാർജ് ഇൻഡസ്ട്രീന്റെ ഒക്കെ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു 48 അവേഴ്സിനകത്ത് നമുക്ക് എന്തായാലും നല്ലൊരു ലിക്വിഡ് ഡയറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പൊ ഡിസ്ചാർജ് 15 ദിവസം എന്നുള്ളത് 7 ദിവസം, അത് വലിയൊരു ഡിഫറൻസ് ആണ്. ലാർജ് ഇൻഡസ്ട്രി മുറിച്ച് കണക്ട് ചെയ്താൽ പോലും അത്രയും നമുക്ക് വരുന്നുള്ളൂ. അതൊരു കംഫർട്ടാണ്. ഇപ്പൊ ക്യാൻസർ ഉള്ള പേഷ്യന്റിനെ സംബന്ധിച്ചോളം ഈ മുറിവ് കരിയുന്നിടം വരെ കീമോതെറാപ്പി തുടങ്ങാൻ പറ്റില്ല. വലിയ മുറിവുണ്ടെന്ന് കീഹോൾ ആകുമ്പോൾ നമ്മൾ പറയും അടുത്ത ആഴ്ച തന്നെ ചെയ്തോ, ഇൻഡസ്ട്രൈൻ കരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെഡിസിൻസ് തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ മുറിവ് വിട്ടുപോവോ, വൂണ്ട് ഡെഹിസൻസ് വരുമോ എന്നുള്ള പേടിയും അങ്ങനത്തെ ഒന്നുമില്ല. കീമോയോ റേഡിയേഷൻ എന്തെങ്കിലും എടുക്കേണ്ടി വന്നാൽ എല്ലാം നമുക്ക് നേരത്തെ തുടങ്ങാം. അപ്പൊ ആ ഒരു കംപ്ലീറ്റ്നെസ് ഓഫ് ട്രീറ്റ്മെന്റ്, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന ആ ഒരു പ്രൊസീജിയർ കഴിയുമ്പോൾ മറ്റൊരു അസുഖം നമ്മൾ സംഭാവന ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിത രീതികൾ മനുഷ്യനെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ ക്യാൻസറിന് പോലും ഇത് വലിയൊരു പ്രതിവിധി മീൻസ് ഉപകാരപ്രദമായ രീതിയിൽ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ പേഷ്യന്റിനെ സഹായിക്കുന്നുണ്ടല്ലോ സാർ. അതുപോലെ ഈ പൊണ്ണത്തടിയുള്ളവർക്ക് നമുക്ക് സാർ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു, അതൊന്ന് വ്യക്തമാക്കാമോ സാർ? പൊണ്ണത്തടിയുള്ളവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാനാവും? ഒബീസിറ്റി വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ക്രൈറ്റീരിയ നമ്മൾ എടുക്കാനുള്ള ബോഡി മാസ് ഇൻഡെക്സ് ആണ്. അപ്പം ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റും വെയിറ്റും ഉള്ള അനുപാതമാണ്. വേണ്ടത് 23 അല്ലെ 25 വരെയൊക്കെ മാക്സിമം വരുന്നത്. അപ്പൊ 25-നും 30-നും ഇടയ്ക്കുള്ള ഒരു ബോഡി മാസ് ഇൻഡെക്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 20-30 കിലോ ഒക്കെ വരെ എക്സ്ട്രാ വരുന്ന ഒരു അവസ്ഥ. ആ സമയത്ത് നമുക്ക് ഇൻട്രാഗാസ്ട്രിക് ബലൂൺ എന്ന് പറഞ്ഞ വേറൊരു മിനിമിനിസ് പരിപാടിയുണ്ട്. അത് എൻഡോസ്കോപ്പി കൂടെ ചെയ്തിട്ട് ഒരു കട്ടിയുള്ള ബലൂണിനെ ചെറിയൊരു കട്ടി കുറഞ്ഞ ബലൂൺ കൊണ്ട് കവർ ചെയ്തിട്ട് പെൻസിൽ ഷേപ്പ് ആക്കിയിട്ട് ആമാശയത്തിനകത്ത് ഇടുക. എന്നിട്ട് പുറത്തു നമുക്ക് അതിനകത്ത് ഒരു കണക്ട് ചെയ്ത ട്യൂബ് ഉണ്ട്, അതിൽ വെള്ളം ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ല ഷേപ്പിൽ ബോൾ ഷേപ്പ് ആവും. 600 ml ഒക്കെ ഇടാം. അപ്പൊ അതിരിക്കുമ്പോ ആമാശയത്തിലൊരു ഫുൾനെസ് ഫീൽ, കഴിച്ചതുപോലെ ഒരു കാര്യമുണ്ട്. അപ്പൊ ആമാശയം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീറ്റ് ചെയ്യുന്ന അവിടെ ഒരു കഴിച്ച പോലെ സാധനം, പക്ഷെ അന്ന് അത് ദഹിക്കാനോ അതിനകത്തുനിന്നൊന്നും കിട്ടാനോ ഇല്ല. അപ്പം ആഹാരം ദഹിപ്പിക്കാനുള്ള ഹോർമോൺസിന്റെ കുറച്ചൊരു വ്യത്യാസം വരുന്നു. ആപ്പറ്റൈറ്റ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഉണ്ട് ഗ്രലിൻ, അത് കുറയും. ആ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ കൊഴുപ്പിനെ ശരീരത്തിൽ മാഗ്നറ്റ് പോലെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ അതും കുറഞ്ഞു കഴിയുമ്പോൾ കുറെ ഫാറ്റ് പോകും. ഒരു 15 കിലോ ഒക്കെ ആവറേജ് പോകാനായിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും. അപ്പൊ എസ്പെഷ്യലി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് താല്പര്യമില്ല, അവർക്ക് ബാരിയാട്രിക് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ 15-20 കിലോ ഒക്കെ വ്യത്യാസം വന്നിട്ട് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വന്നിട്ടുള്ള ലേഡീസ്, അവർക്ക് പ്രഗ്നൻസി വരാൻ പറ്റണില്ല. ആ മെറ്റ്ഫോർമിൻ എന്ന ഗുളിയൊക്കെ ഡയബറ്റീസിന്റെ ഒക്കെ കഴിച്ചിട്ട് ആവാത്തവർക്ക് ബലൂൺ ഇട്ട് കഴിഞ്ഞാൽ ആ 10-15 kg വ്യത്യാസം വരുമ്പോൾ തന്നെ PCO മാറും, കുട്ടികളാവും. വളരെ ഹാപ്പി, അവർക്ക് ആ ഒരു പ്രയോജനം കിട്ടി. അപ്പൊ ആ ഒരു ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഒരു 6 to 8 months പിന്നെ എൻഡോസ്കോപ്പി ചെയ്തിട്ട് ഇത് മാറ്റി ഒരു ഡേ കെയർ പ്രൊസീജിയർ പോലെ നമുക്ക് മാറ്റി വിടാൻ പറ്റും. 30-ന് മുകളിലൊക്കെ ബോഡി മാസ് ഇൻഡെക്സ് ആണ്
മെഡിക്കൽ പ്രോബ്ലംസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ കീ ഹോൾ സർജറികൾ തന്നെയാണ് നല്ലത്. അതിന് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് വളരെയധികം ഇപ്പം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് അതൊരു ബേബി സ്റ്റമക്ക് ആക്കുന്നേ ഉള്ളൂ. നമ്മൾ വലിയൊരു ചേംബർ പോലെ ഇരുന്നതിനെ മാറ്റി ബേബി സ്റ്റമക്ക് ആക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം കഴിക്കാം, ക്വാണ്ടിറ്റി കുറവായിരിക്കും, ദഹിക്കുന്നതിനൊന്നും പ്രശ്നമില്ല, വൈറ്റമിൻസ് ഒന്നും സപ്ലിമെന്റേഷൻ വേണ്ട. അപ്പൊ ആ ഒരു തരത്തിലേക്കുള്ള സ്ലീവ് ഗ്യാസ്ട്രക്ടമി ഓപ്പറേഷൻ കീ ഹോളിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. പിന്നെ അതിനേക്കാളും വളരെ അഡ്വാൻസ് ആയിട്ട് വേണം നമുക്ക്, അതിൽ കൂടുതലൊരു മാസീവ് വെയിറ്റ് കൺട്രോൾ വേണം, ഡയബറ്റീസിന്റെ കൺട്രോൾ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു അഗ്രസീവായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യും. ഞങ്ങളൊക്കെ അത് പക്ഷെ കാര്യമായിട്ട് പ്രിഫർ ചെയ്യാറേ ഇല്ല. കാരണം ബൈപ്പാസ് ഒക്കെ ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ വൈറ്റമിൻ സപ്ലിമെന്റേഷൻ വേണം, പ്രോട്ടീൻ സപ്ലിമെന്റേഷൻ, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ പറ്റും. അപ്പം അത് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സർ, അപ്പോ ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് സാർ സൂചിപ്പിച്ചതുപോലെ 23 വരെയല്ലേ നമ്മൾ BMI നോർമൽ എന്ന് പറയുന്നത്, 23 കഴിയുമ്പോൾ ഓവർ വെയിറ്റിലേക്ക് പോകും. സാർ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജിൽ 25 കഴിഞ്ഞാൽ ഒബീസിറ്റി ഗ്രേഡ് 1 പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബലൂൺ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം. ഒരു 27.5 ആണ് ആക്ച്വലി ഏഷ്യൻസിന്റെ പിന്നെ ഒബീസിറ്റി കാറ്റഗറി വരുന്നത്. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എടുത്താലും 30 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനത്തെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആയിരിക്കും നല്ലത്. സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഒരു 25 to എബവ് ആയിട്ട് വെയിറ്റ് കൂടിപ്പോയി. അപ്പൊ എങ്ങനെയും കൺട്രോൾ ചെയ്ത് നിർക്കുക, ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആവും. ഒരു ഇയേഴ്സ് ടുഗദർ നമ്മുടെ വെയിറ്റ് നല്ല രീതിയിൽ നിർത്താൻ പറ്റും. അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡയബറ്റീസ് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് വരുന്നത്. ഡയബറ്റീസ് അടുത്ത ദിവസം തന്നെ പോകും ശരിക്കും, മെഡിസിൻസ് ഒക്കെ നിർത്താൻ പറ്റും. ഇൻസുലിൻ എടുക്കുന്നവർക്ക് പോലും അത്രയ്ക്കും ഒരു ഡ്രമാറ്റിക് കൺട്രോൾ ആണ് ഈ ഒബീസിറ്റി സർജറി കൊണ്ടുണ്ടാവുന്നത്. അപ്പൊ അത് വളരെ നന്നായി അവരുടെ BP-യുടെ കുറവ് വന്നു, കൊളസ്ട്രോൾ കുറഞ്ഞു, ക്യാൻസർ റിസ്ക് പോലും കുറയ്ക്കും. കാരണം ബോഡിയിലെ ഫാറ്റ് പോയി കഴിഞ്ഞാൽ ക്യാൻസർ റിസ്ക് പോലും കുറയും. അപ്പൊ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതൊക്കെ നമ്മൾ മുറിച്ചൊരു ഓപ്പറേഷൻ ആയിരുന്നു ആലോചിച്ച് ഒരാളും വരുത്തില്ല. സർജന്മാരും ചെയ്യാൻ മടിക്കും, പറ്റില്ല, അങ്ങോട്ടൊന്നും എത്തിപ്പെട്ട് സുരക്ഷിതമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അടുത്ത ദിവസം തൊട്ട് ഒരു റിക്കവറി വന്ന ഫീലിംഗ് ആ പേഷ്യൻസിന്, ഒരു യൂടേൺ എടുത്തിട്ട് നല്ല സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ആണ് വരുന്നത്. അപ്പൊ അത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു അക്സെപ്റ്റൻസും വളരെ നന്നായിട്ടുണ്ട്. പേഷ്യൻസ് പ്രൊസീജിയർ ചെയ്തിട്ട് ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. അതായത് പൊണ്ണത്തടി കൊണ്ടെത്തിക്കാവുന്ന പല കാര്യങ്ങളിൽ നിന്നും, അത് ഡയബറ്റീസ് ആയാലും കൊളസ്ട്രോൾ ആയാലും ക്യാൻസർ ആയാലും അല്ലേ സർ, പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് എല്ലാം തിരിച്ചാക്കാനായിട്ട് സാധിക്കും, പേഷ്യന്റിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൂടാണ്ട് ഈ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും സർ പറഞ്ഞില്ലേ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മളത് സപ്ലിമെന്റ് ചെയ്യുമോ, എങ്ങനെയാ സർ? നമ്മളിപ്പോ ഈ സ്ലീവ് ഗ്യാസ്ട്രക്ടമി പോലെ പ്രൊസീജിയർ അല്ലെ ബലൂൺ പോലെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി